ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കൂടെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റിനുണ്ട്. അർഷു നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അർഷു നാട്ടിലെത്തി എങ്ങനെയാണെന്നുള്ള ബ്ലോഗൊക്കെ കാര്യങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ആവും, അല്ലെങ്കിൽ ഇതിന് ശേഷം അപ്ലോഡ് ആവും. എപ്പോഴാണെന്നുള്ളത് അർഷുവിന് മാത്രമേ അറിയുള്ളൂ, നമുക്ക് പോലും അറിയില്ല. അപ്പോൾ അർഷു എന്താണ് പറയാനുള്ളത്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് നമ്മളൊരു പരിപാടിക്ക് പോവുകയാണ്. പരിപാടി എന്താണെന്നുള്ളത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും. വലിയൊരു പരിപാടി, ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റിയൊരു പരിപാടി. എന്താവുന്നുള്ളത് ചിലപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞോട് കൂടി ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് മൺമറിഞ്ഞു പോകും. പടച്ചവൻ്റെ തവക്കലോണ്ട് താഴത്തേക്ക് എത്തണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതായത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്ന അവസരങ്ങളല്ല ഞങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോണത്. ഞങ്ങൾക്ക് ഇന്ന് വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ് കിട്ടാൻ പോണത്. അപ്പോൾ ഇതിൽ ധൈര്യമുള്ളവർ മാത്രം ഇതിലേക്ക് വരാറുണ്ട്. പേടിയില്ലല്ലോ കൊഴിഞ്ഞു. ഇതേ കണ്ടോ, ഇപ്പോൾ തന്നെ അത് കേട്ടിട്ട് തന്നെ തലവേദന എടുത്ത് കടന്നു തുടങ്ങിയ കുറേ ടീമുണ്ട്. തലവേദന പേടിച്ച് ഒഴിവായ ടീമുണ്ട്. ഇത് ഒഴിവായ ടീം. അപ്പൊ ഇക്കു നമ്മളെ വീട്ടിൽ കഴിഞ്ഞൊരാഴ്ചയായിട്ട് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ആഴ്ച മാത്രം എന്ത് ചെയ്തു, ഇപ്പൊ എന്നും അരിയിടൽ ആറാക്കാണ്. ഇക്കുവിനും കൂടി കൂട്ടിയിടല്. എന്താണ് വിശേഷം? സുഖം. ഞാൻ മലയിലേക്ക് നിൽക്കാം, എന്നാലും ബസ് കയറ്റി വരും. എല്ലാവർക്കും എന്താ പറയുക, പോവുക, എല്ലാവർക്കും പോകണം. ഞാൻ ഓനെ കൂട്ടാൻ എന്തെങ്കിലും പണിയുണ്ടോ? അതില്ല. നിഹാല് പോയി എന്തെങ്കിലും ഒരു പണിക്കാണോ പോയിക്കണേ? അല്ല, ഓൻ ബാംഗ്ലൂർ പോയി. സൽമാൻ പോയി. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല, ഒരു ബൈക്ക് പോകണം. അങ്ങനെ ഒരു ബൈക്ക് പോവാ. എനിക്ക് ഏത് ബൈക്കാ പോകണ്ടേ? ഞാൻ പറഞ്ഞു, വടകര അതുകൂടെയാണോ വണ്ടി എടുക്കാണ്ട് അവിടെ പോയിട്ട്? എടാ വടകരയാണോ? അല്ല, വർക്ക്ഷോപ്പില്. വടകര വർക്ക്ഷോപ്പ് എവിടെയാ? വർക്ക്ഷോപ്പ് എവിടെ പറ. അർഷന്റെ മൂന്നൂർക്കേ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അപ്പൊ അർഷു ഇപ്പൊ നാട്ടിലെത്തിയപ്പോ അർഷുനോട് എല്ലാരും പറയണത് ഒന്ന് വെളുത്ത് തുടുത്ത് ചുണ്ടൊക്കെ തത്തമ്മ ചുണ്ടനെ കണ്ടോ? അർഷുന്റെ തത്തമ്മ ചുണ്ടെന്ന് കാണിച്ചു കൊടുത്താ. തത്തമ്മ ചുണ്ട് കാണണ്ടേ? അവിടൊക്കെ അവിടൊക്കെ ഫസ്റ്റ്. അപ്പൊ നബീൽ ഇന്ന് പോവാണ്. നബീലിന് എന്താ വെച്ചാൽ ഈ പൂവങ്കോയിന്റെ മരി ഇങ്ങോട്ട് ടെൻഷനായി നിൽക്കുക കേട്ടോ. പെരേന്ന് പോണം. ഇന്നലെയൊക്കെ രാത്രി എന്തൊക്കെയോ കാട്ടി പറയും. അപ്പൊ ഇന്നിപ്പോ എന്താണെന്ന് വെച്ചാല് പേടിയാണ് പറഞ്ഞാണ് തിരിച്ചു പോവാണ്. നബീലേ, ഞാൻ നബീലിനോടും സൽമാനോടും ബലോടൊക്കെ ഉണ്ടല്ല, ഞാൻ ഒരു 4-5 ദിവസം ചോദിച്ചിരിക്കണ് നമുക്കിതിന് പോവാണ്ട്, ഒരു പരിപാടിക്ക് പോവാണ്ട്, നിങ്ങളുണ്ടോ? അതിലും പറഞ്ഞ് ഇല്ല, അത് സീനാണ്. അപ്പൊ സ്റ്റീലിന് പേടി, നബീലിന് പേടി, കുറച്ച് പേടി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ പേടിച്ചാലൊക്കെ ഇതേമാതിരി വിട്ടുത്തർക്കേട്ടോ. അതൊക്കെ കണ്ടോളിയും. ടീം പേടി, ടീം ധൈര്യമില്ലായ്മ ടീമാണ്. ഇന്നലെ അവസാനം വരെ ചോദിച്ചപ്പോൾ ധൈര്യമില്ലാതെ നിന്ന ടീമാണ്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് എന്ത് കൂട്ടേണ്ടി വന്നു? അവസാനം ഈ കാനഡയിൽ നിന്ന് വന്നേ എങ്ങനെ 17 മണിക്കൂർ ഇരിക്കണം ഫ്ലൈറ്റില്. ആ ഇരുന്നതിന് ക്ഷീണം മാറില്ല. അപ്പോൾ ഞാൻ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോകണേ. അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകാനുള്ളത് കേട്ടോ. ജിമ്മിനോട് നമുക്ക് ചോദിച്ചോക്കാം. ജിമ്മി ഒന്നുകൂടി ചൊറുക്കം കൂടിയിട്ടുണ്ടാവും. മാഷാ അല്ലാ ജിമ്മി, എന്താ പറയണ്ടേ? എന്താണ് എക്സ്പീരിയൻസ്? എന്ത് എക്സ്പെക്ട് പോയിട്ടില്ലല്ലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അഡ്വഞ്ചർ. അതെ, എനിക്ക് പിന്നെ അത്ര ഇഷ്ടമല്ല. ഇത് നമ്മളെ പണിന്റെ ഭാഗമായിട്ട് നമ്മൾ പോവാണ്. സത്യം പറഞ്ഞാൽ അതിലെ കൂട്ടത്തിലെ ഏറ്റവും പേടിയില്ല എനിക്കാണ്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ പണിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് പോണത്. അപ്പം നമ്മളെന്നുള്ളത് ഷെനുബലിൻ്റെ വീട്ടിലുണ്ടോ. ഷെനുബലിൻ്റെ കൊണ്ടോട്ടിത്തെ വീട്ടിലാണിതാ. എന്നും കാണുന്നത് പോലെ വാപ്പ വെച്ച എല്ലാ വാഴ തൈകളും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഷെനുബലിയേക്കാൾ ഒരു പടി മുന്നിൽ എല്ലാ വാഴയും വളർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വാഴ കണ്ടത് വലിച്ചണ് കെട്ടിയേക്കാം വാപ്പ വീകാതെക്കാൻ. ഷെനുബിന് പോലും ഇങ്ങനത്തെ ഒരു താങ്ങ് പരിന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. എന്താണ് വൻ വളർച്ച അല്ലേ വാഴക്ക്? നോക്കിയത് വൻ വളർച്ച. എന്താണ്? ഞാൻ കഴിഞ്ഞ പോക്കിന് പോകുമ്പോ, ഇത് സാനുവിന്റെ വാപ്പ വെച്ച വായാണ്, ഓരോ പറമ്പില്ലത്. ഞാൻ കഴിഞ്ഞ പോക്കിന് പോകുമ്പോ ഇത്ര വായോടല്ല. സനൂബലി എന്തൊക്കെയോ ഒരു മേഖലയിൽ ഇടപെട്ടാണ്ട് വാപ്പക്കിന്റെ പ്രതീക്ഷയൊക്കെ പോയിക്കണേ. അൻ്റോടി എനിക്ക് പറഞ്ഞ മാതിരി വാപ്പ ഒന്നാരും വായ വെക്കൽ തുടങ്ങിയാണ്. ഇതെന്താ പരിപാടിക്ക് മനസ്സിലായി, എല്ലാവരും വായക്കൽ തുടങ്ങിയാണ്. എല്ലാ വാപ്പരേ ഇത് കൊലച്ചിക്കണോ, ഇത് കൊലച്ചിക്കണ്. അപ്പൊ എന്തായാലും ഷനൂബിനെക്കാളും മെച്ചം വീട്ടിലുണ്ടാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല തണല് വന്നില്ലേ വായിച്ചപ്പം. ശരിക്കും ചെറിയ വീടായാലും നമുക്ക്
ചെയ്ത് കൂട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ കൂടുകയാണ്. ഇങ്ങനെ അത് ചെറിയ സ്പേസ് ആകുമ്പോൾ തിങ്ങി നടക്കും. എൻ്റെ പേരിലൊക്കെ എത്ര വെച്ച് നട്ട് പിടിപ്പിച്ചാലും എന്ത് ചെയ്യില്ല, തിങ്ങി നിറഞ്ഞ് കിടക്കില്ല. അതിന് മാത്രം നടേണ്ടി വരും. ഇതൊക്കെ ഫില്ലായി കിടക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തണുപ്പും കിട്ടും, തണലും കിട്ടും. സെനൂപിൻ്റെ റോഡ് സൈഡിൽ തന്നെ ഉണ്ടോ വരാ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എങ്ങോട്ടാണ് പോണത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വൈകാതെ എല്ലാവർക്കും പറഞ്ഞിരുന്നതാണ്. ഈ വ്ളോഗിൻ്റെ കൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് ബിക്കോസ് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോണത്. എന്തായാലും നമുക്ക് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. അത് ശരിയാണ്. എല്ലാവരും ഫസ്റ്റ് ടൈം ചെയ്യാൻ പോണ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പോവാണ്. അവൻ നബീൽ എന്താണ് മണ്ണും ചാരി നിന്നവൻ വായും കൊണ്ടിരിക്കണേ? വായും ചാരി നിന്നവൻ പോണത് ഒന്നും ഇവിടെ ബസ് സ്റ്റാൻഡിൽ എന്ത് സുഖം നിങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഞങ്ങളെ വിട്ടു പോണേലാണോ എൻ്റെ ആനന്ദം? എന്ത് ബന്ധുക്കണേ നബീലിനൊക്കെ ബാക്ക് കൂടെ എന്തൊക്കെയോ പരിപാടികൾ ഓരോരുത്തർക്ക്. മൂപ്പര് വ്ളോഗ് എടുത്തോളിയായിരുന്നു. അപ്പം നബീൽ എന്താ വെച്ചാല് എന്തൊക്കെയോ ചെറിയ ഏർപ്പാടുണ്ട്. അല്ല, നബീലിന്റെ വണ്ടി ഇന്ന് പള്ളിന്റെ മുന്നേ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പള്ളി കഴിഞ്ഞാലും ഓനെ വിളിന്നാ, ഞാൻ വിളിക്കാം. അതാണ് അലബല് പറഞ്ഞേ വർഷാപ്പിന്ന് വണ്ടി എടുക്കണതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം. ഞാനാണ് എയർപോർട്ടിൽ എന്തിനു തൊള്ളിക്കാട്ടി നിൽക്കുക. വണ്ടി കാണിക്കാം. ബസ് സ്റ്റാൻഡിൽ നിൽക്കാത്ത രൂപത്തിൽ വണ്ടി കയ്യാട്ടാൻ നിൽക്കുന്നുണ്ട് അവിടെ. ഏതെങ്കിലും പെൺകുട്ടികൾ സ്കൂട്ടിമേ പോകണ്ടെങ്കിൽ കയ്യാട്ടാൻ വേണ്ടി നിർത്തിക്കണേ. അത് കയ്യാട്ടുണ്ട്. അതൊക്കെ കപ്പിളാണ്. കപ്പിള് അതാവുമ്പോ ഷോർട്ട് കട്ട് പോകും. എനിക്ക് 500 കിട്ടും. പൂരത്തിന് പൈസ ഉണ്ടാക്കിയില്ലേ? എന്താണ്? അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ പറയാം, നബീലൊക്കെ ഈ തിരക്ക് കൂട്ടുന്നത് എങ്ങട്ടാണ്? നിഹാല് ബാംഗ്ലൂരിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഒരു വിവരമല്ല, പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുകയാണ്. ഒറ്റയ്ക്ക് പോയി എടുക്കണ്. സൽമാൻ മിന്നി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും മിന്നി നിൽക്കുന്ന ടൈമാട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് ഇവരൊക്കെ ഈ കഷ്ടിച്ച് ഓടണം എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് പറയാം. അർഷത്തെ കാട്ടണേ വള്ളം കൈ കഴിക്കുക. സലാം, എന്താ വിശേഷം? ഹായ്, അള്ളാനേതാടാണീ? അസ്സലാമലൈക്കും. എന്താ വർത്താനം? ഓന് ഫുഡ് കഴിക്കണോട് കൊണ്ടുവരിക? ഫോട്ടോ എടുക്കാം. എന്താ അയിമ പിടിച്ചിക്കണേ? അയിമ പിടിച്ചാൽ അങ്ങോട്ടല്ല. നിങ്ങൾ ഇട്ടം പോകണേന് കൊണ്ടോട്ടി ഇറക്കി. അയിമ പോവില്ല. മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടോണ്ടാണ്. നബീൽ ഫാൻസ് അസ്വസ്ഥരാവട്ടോ. ഇവിടെ റോഡ് മകത്തൊക്കെ നിക്കണണ്ടാല് എന്താ കാണിക്കാൻ ഷാവ. നബീല് ഇന്നാണ് ഈ ഫാൻസും വരുന്നില്ലല്ലോ. അല്ലട്ടോ, ഇപ്പൊ ഒരു ബസ് സ്റ്റാൻഡിക്കല്ല. മുങ്ങാനാണ്. മെല്ലെ മീനാണ്. കൊണ്ടുപോയിട്ടോ. അമ്പനിയെ അള്ള പടച്ചു. ഓക്കെ, പാപപ്പെട്ട ഞങ്ങളെയും അള്ള പടച്ചു. ആടാ ആ പെൺകുട്ടി. സൈക്കിൾ പോകാൻ ആ ഡയറക്ഷനില്ല. എങ്ങോട്ടായാലും കുഴപ്പമില്ല. ഏതോ പെൺകുട്ടി നമ്മളെ സൈക്കിൾക്ക് കൊണ്ടോട്ടി അങ്ങ് അടിക്കാൻ വേണ്ടിട്ടോ. ഒരു പെൺകുട്ടി സ്കൂളിൽ വെള്ളം ഞാൻ അരിക്കോട്ട് പോവാന്ന്. ആടാ അത് കണ്ടു. ആ വീഡിയോയിൽ കാണാണ്ട്. നമ്മളെന്താ പറഞ്ഞു നോക്കിയേ. പോവാ കേറി. അപ്പൊ നമ്മള് പോയേക്കട്ടാ. ഞാൻ എടുക്കാം. കേറിക്കാളെ ഏട്ടാ
ഇപ്പൊ എന്തിനാ എല്ലാരും നോക്കി പേടിപ്പിച്ചിട്ട് ആൾക്കാരെ? അല്ല ഞങ്ങളപ്പം പോന്നാല് കുറച്ചെന്തേലും പോവാ. ലിഫ്റ്റിന് എന്നാലും ചിലപ്പോ കിട്ടൂല. ഇവിടെ ഇറക്കി തന്നെ എനിക്ക് സുഖമായിട്ട് പേരെ പോയി കുളിച്ചു മാറ്റി പറ്റൂല. എന്തൊരു അനക്ക് എന്റെ ബാക്കിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്റെ പുറകില്. ഇങ്ങനെ വാട്ടം പിടിച്ചിട്ട് എന്താ എനിക്ക് മനസ്സിലാവുന്നു. എടാ ബസ് സ്റ്റാൻഡിലൊന്നും ഇപ്പൊ കുട്ടികളില്ല. ബസ് സ്റ്റാൻഡിലൊന്നും കുട്ടികളില്ല. പിന്നെ എന്തിനാണ് ഇപ്പൊ പോണേ? കേറണ്ടേ? കേറിക്കാളെ. ആരും കാണുന്നില്ല, മാനം കാണുന്നില്ല. മെല്ലെ കേറിക്കാളെ. ഞങ്ങള് പോവാ, മെല്ലെ പോവാ. വേഗം കയറി പോരണ്ടേ പോന്നോളാ. ഞാൻ ഡോറൊന്നും അടച്ചാ കേറി. സ്റ്റാൻഡിന്റെ അവിടെ എത്താൻ അവിടെ വണ്ടി കേറണേ. പിന്നെ ഡോറടക്ക്. ഓളെ കണ്ടിട്ടല്ലോ. ഓളെ എവിടുന്ന വന്നേ? ഈ നബില് കച്ചാട്ടി വിട്ടാണ്ട് സുഹൃത്തുക്കളെ നമ്മള് നബീലിക്കൂലിയും കൊണ്ടുപോവാണ്. വ്ളോഗ് ആക്കിയപ്പോ പേടില്ല. ഞാൻ പേരെടുത്ത് പേര് നാരക്കതിലുണ്ട്. ഞാനല്ല ഇത് ഇങ്ങള് വേണേ പോയിക്കോളി. എനിക്കിത് അങ്ങനെ ആഗ്രഹമില്ലാത്തവരുടെ ഇജെന്തിനാ അനക്കിട്ട അവസരല്ലേ? ഓ ഇജിപ്പോ അങ്ങനെ ഒരു പറയണ ഒരാള്. സ്കൈ ഡൈവ്. ഞങ്ങള് സ്കൈ ഡൈവ് ചെയ്തല്ല. കൊറേ ടൈം എടുക്കും. ഞാൻ ബസ് സ്റ്റാൻഡ് അവിടെ നിർത്താതെ പോയി തരാം. നബീലെ വണ്ടിന്ന് ഞാൻ മാറി ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നിക്കണെങ്കില് എനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ഞാനത് എന്തിനാണ് ഇരുന്നത്? അത് അറിഞ്ഞിട്ടും എന്റെ ഈ സ്വഭാവം അറിഞ്ഞിട്ടും വിടാത്ത സ്വഭാവം എനിക്കുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ അവിടെ കയറിയിരുന്നു? ഇതെന്താ പട്ടികളെ മറ്റേ ഇതിന് കൊണ്ടുപോകും പോലെ തല പുറത്തേക്ക് ഇട്ടിക്കണ്? ഓട്ടോറിക്ഷക്കാരോ പോലെ എലും പോവും. അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് ഇനി സ്റ്റാൻഡിന്റെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ എയർപോർട്ടിലേക്ക് പോകുമ്പോ ഇപ്പൊ എല്ലാവർക്കും നമ്മളെ കണ്ടു പോകണ്ടോ? എന്താ പടച്ചോന്റെ ഓരോ വിധി. ഇത് വേറെ എന്തോ ആണ്, വീഗാലാൻഡിന്റെ എന്തോ ആണ്. നമ്മളെ ബോർഡ് കണ്ടു പോകണ്ടോ? ഇനി കുറച്ച് അവിടെ ഉണ്ടോ? ഞാൻ അവിടെ ഇല്ല, അപ്പുറത്തല്ലേ. അയ്യോ ഇറങ്ങാൻ മറന്നു പോയോടാ. അയ്യോ എന്റെ നബീലിനെ എങ്ങനെ ഇറങ്ങാതെന്നു. നബീല് ബസ് സ്റ്റാൻഡിൽ കൂടെ പോകണമെന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി നിന്നപ്പോൾ തന്നെ ചിന്തിക്കാം ഈ വണ്ടി എവിടെ നിൽക്കാൻ പോകണില്ല. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കൂടെ വിടാതെ നമ്മളെന്ത് ചെയ്തു, നബീലിനെയും നമ്മളൊന്ന് പോകണ ജേണിയും നമ്മളൊന്ന് പോകുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്താനും കൊണ്ടുപോകാണ്. കാരണം നബീലിന്റെ ഒരു ആഗ്രഹം ഇനി പൈലറ്റ് ആവണം എന്നുള്ളത്. ചെറുപ്പം തൊട്ട് പറക്കുക എന്നുള്ളതാണ് നബീലിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. എങ്ങനെങ്കിലും പറന്ന് നടക്കുക. അത് ഈ എയറിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഫുൾ ടൈം ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് നബീലിന്റെ ഒരു മനസ്സിലുള്ള ആഗ്രഹം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എയർപോർട്ട് റോട്ടുമ്മലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ടോട്ടി ഷാനുവിന്റെ നാടാട്ടത്. ഇപ്പൊ നമ്മൾ എവിടെയാ പോണതെന്നുള്ള ഇപ്പൊ നിങ്ങള് കാണൂട്ടാ. ഇതാണ് നമ്മൾ വന്ന സ്ഥലം സുഹൃത്തുക്കളെ, കേരള ഫ്ലൈറ്റ് അക്കാഡമി. കണ്ടോളി, ഇവിടെ വലിയ എന്താ ഫംഗ്ഷൻ. അയ്യാറബേ അവിടെ ഫുൾ ജനം. അല്ല നബീലിന് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ ഞാനില്ല എന്നിട്ട് നമ്മൾ നിർബന്ധിപ്പിക്കൂലേ, നിങ്ങൾ വരികയാണ്. പുതിയപ്പളമാരെ കണ്ണൂരിന്ന് ഫുഡ് കഴിപ്പിക്കൂല, അതേപോലെ കഴിക്കുന്നേ അറിയില്ല. അപ്പൊ നമ്മളെവിടെ എത്തിയറിയാ? കേരള ഫ്ലൈറ്റ് അക്കാഡമിയിൽ എത്തിട്ടോ.
എടാ ഇവിടെ എത്ര ജനുണ്ട് എനിക്കറിയില്ല എന്താ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്താ ഇമ്മേ ഗേറ്റ് നേരെ ജിമ്മി ജിമ്മി അർഷ ഇറങ്ങേ താങ്ക് യു ഇത്ര ആൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നു വരി ഹർഷോ എന്താ ഷാൻബാ വാ 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 കണ്ടു പരിചയമുള്ള മുഖങ്ങൾ പോലെ ഓക്കെ 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 ഹായ് അപ്പോൾ ഞങ്ങൾ കേരള ഫ്ലൈറ്റ് അക്കാഡമി എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് വിവിധ രാജ്യങ്ങളിൽ ബേസ് ചെയ്തിട്ട് ഫ്ലൈറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേരള ഫ്ലൈറ്റ് അക്കാഡമി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം നമ്മൾ കേരള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പൈലറ്റ് ആവാൻ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആണ് അവർ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ phase 1 നമ്മളൊരു തിയററ്റിക്കൽ ക്ലാസ്സസ് ആയിരിക്കും. അത് കഴിഞ്ഞ് 200 മണിക്കൂർ നമ്മളെ തന്നെ ഓഫ് ഷോർ ക്യാമ്പസിൽ അവർ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യും. ബൈ ദ ടൈം ദേ വിൽ ഹാവ് ഡുവൽ ലൈസൻസ്, ഒരു അബ്രോഡ് ഫോറിൻ ലൈസൻസ് ഉണ്ടായിരിക്കും, ഇന്ത്യയുടെ DGCA ലൈസൻസ് ഉണ്ടായിരിക്കും. ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എയർലൈൻ ജോബ് മുതൽ എന്ത് ഫ്ലൈയിങ് ജോബിലോട്ടും അവർക്ക് ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളൊരു പ്രോഗ്രാം ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഈ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ ഇവർക്ക് ആരെ സമീപിക്കണം, ഇത് എവിടെ പോകണം? ഈ ഏവിയേഷൻ എന്തൂസിയാസ്റ്റുകൾക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. മീൻസ് അവർക്ക് കൂടി നിൽക്കാൻ ഒരു ഏരിയ ഇല്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ഫ്ലൈറ്റ് അക്കാഡമി ഇതിനുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം ബീച്ചിൽ നമ്മളൊരു മോട്ടോർ പാരാഗ്ലൈഡ് സാധാരണ ആളുകളെ വിളിച്ച് ബീച്ച് കാണാൻ വന്നവരെ പിടിച്ച് ഞങ്ങൾ ഫ്ലൈ ചെയ്യിപ്പിച്ചു. ഇന്ന് ഞങ്ങളിവിടെ എയർപോർട്ടിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. Diamond 42 എന്ന് പറയുന്ന 4-seater എയർക്രാഫ്റ്റ് ആണ്. ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എയർക്രാഫ്റ്റ് കൊണ്ടുവരുന്നത്. ഈവൻ നമുക്ക് എയർപോർട്ട് അതോറിറ്റി എല്ലാം വളരെയധികം സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ആളുകൾക്കും ഫ്ലൈയിങ് എക്സ്പീരിയൻസ്, ഇത് ഫ്ലൈറ്റ് പറത്താന്ന് പറഞ്ഞത് വലിയ സംഭവമല്ല, സാധാരണക്കാരനും പറ്റും എന്നുള്ള കാര്യം. കാരണം നമ്മളിവിടെ 50 ലക്ഷം രൂപ കൊടുത്ത് 1 കോടി രൂപ കൊടുത്ത് കാറ് മേടിക്കുന്നുണ്ട്. പുറം രാജ്യങ്ങളിൽ അതേ പൈസക്ക് ഫ്ലൈറ്റ് മേടിച്ച് ചെറിയൊരു ഷെഡ് കെട്ടി ഫ്ലൈറ്റിനെ പാർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ പോസിബിൾ ആണ്. അപ്പം ആ ഒരു കൾച്ചർ, ഒരു ഫ്ലൈയിങ് കൾച്ചറെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, കേരള ഫ്ലൈറ്റ് അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പാത്വേ പ്രോഗ്രാം പോലെയാണ് ചെയ്യുന്നത്, ഒരു 3 ഫേസ് ആയിട്ട്. ആക്ച്വലി മനുഷ്യനുണ്ടായ കാലം മുതലേ മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് ആകാശത്തോളം ഉയരത്തിൽ പറക്കാന്നുള്ള അവൻ്റെ സ്വപ്നമാണ്. അപ്പോൾ ശരിക്കും ആ ആകാശത്തേക്ക് പറക്കാനുള്ള സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും വിമാനം തന്നെ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും ആകാശത്തോളം ഉയരത്തിലുള്ള സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി കേരള ഫ്ലൈറ്റ് അക്കാദമി നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ പാത്വേ പ്രോഗ്രാമിലൂടെ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് വേറെ കൺഫ്യൂഷൻസ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം DGCA ഗവൺമെന്റ് പറയുന്ന എല്ലാ സബ്ജക്ട്സും നമ്മളിവിടെ phase 1 പഠിപ്പിക്കുന്നുണ്ട്. തിയറി സബ്ജക്ട്സ്, നാവിഗേഷൻ, മെട്രോളജി, എയർ റെഗുലേഷൻ പോലത്തെ സബ്ജക്ട്സ്. ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കൽ, സ്പെസിഫിക്, ജനറലീസ് 5 സബ്ജക്ട്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരതിൻ്റെ തിയറി എക്സാം ചെയ്തു. പിന്നെ ഒരു പൈലറ്റിന് ആവശ്യമുള്ള കുറച്ച് ഓട്ടോമോട്ടീവ് സ്കില്ല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സിമുലേറ്റർ ചെയ്യുന്നുണ്ട്, സെസ്നൻ്റെ. അപ്പോൾ ഇവർ പുറത്ത് പോകുമ്പോൾ ഏത് എയർക്രാഫ്റ്റിലാണോ പഠിക്കുന്നത് ഇതിൻ്റെ സിമുലേറ്റർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ 4 മാസം കൊണ്ട് തന്നെ ഇവർ 20 hours ഓഫ് സിമുലേറ്റർ സെക്ഷൻ എടുക്കുമ്പോൾ ഇവർക്കും ഇതിന്റെ ഒരു എക്സ്പോഷർ കൂടുതൽ കിട്ടും. ഒരു 3 ടൈപ്പ് ഓഫ് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നടത്തും. സോ ഈ പറഞ്ഞ കടമ്പകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴത്തേനും ഇവർക്ക് തന്നെ മനസ്സിലാവും എന്താണ് പൈലറ്റ് ട്രെയിനിങ്. പിന്നെ നമ്മൾ ആക്ച്വൽ പൈലറ്റ്സ് ആയ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടിട്ട് അവരുടെ ജേർണി അവരെ കൊണ്ട് സംസാരിപ്പിക്കും. സെക്ഷൻസ് അല്ല, ജേർണി, അവരെങ്ങനെ വന്നു, അവരെന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തു, അപ്സ് എന്തായിരുന്നു. ഇവർക്ക് എടുക്കുന്ന ഓരോ സെക്ഷൻസും പൈലറ്റ്സ് തന്നെയാണ്. ഓൾറെഡി ദേ ആർ വിത്ത് എയർലൈൻസ് എന്ന് വെച്ചാൽ ഈ കോഴ്സ് അവരെ പോലെ പോയി കോഴ്സ് കഴിഞ്ഞ് ഓൾറെഡി എയർലൈൻസിൽ ഇരിക്കുന്ന പൈലറ്റ്സുകൾ തന്നെയാണ് ഇവിടെ വന്ന് ക്ലാസ്സസും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത്. DGCA ക്വാളിഫൈഡ് ആയിട്ടുള്ള
ഓക്കെ, ഇതാണ് ഫേസ് 1. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഫേസ് 2 എന്ന് പറഞ്ഞിട്ട് ഫ്ലൈയിങ്ങിന് പോകും, പ്രാക്ടിക്കൽ ഫ്ലൈയിങ്ങിന് പോകും. നമുക്ക് US വരുന്നുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ ബേസ് വരുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലൊക്കെ കേരള ഫ്ലൈറ്റ് അക്കാഡമിയുടെ ഓഫ് ഷോർ ക്യാമ്പസിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലോട്ട് ഫ്ലൈയിങ്ങിന് പോകുമ്പം പാരൻസ് ഒക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്ക എങ്ങനെയാണ്, ഇൻഡിഗോ വരെ ഫ്ലൈറ്റ് ട്രെയിനിങ് യൂണിറ്റ് നടത്തുന്ന ഒരു കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ അത്രയും ഫ്ലൈയിങ് കൂടുതൽ കിട്ടുന്ന ഒരു കൺട്രി, അതായത് ഫ്ലൈയിങ് ടെക്നിക്കാലിറ്റിക്ക് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഈ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ന് ഒരുപാട് എയർലൈൻസ് ട്രെയിനിങ് സെൻറ്റേഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓഫ് ഷോർ ക്യാമ്പസ് ഇട്ടൊക്കെയാണ്. നമ്മളൊരു മലയാളി കമ്മ്യൂണിറ്റിയുള്ള ഒരു ഫ്ലൈറ്റ് സ്കൂളാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. യെസ്, അവരുടെ ഹോസ്റ്റൽ, സേഫ്റ്റി, സെക്യൂരിറ്റി, അവരുടെ ഫ്ലൈയിങ് എക്സ്പോഷർ മാത്രമല്ല. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിന് ഞങ്ങൾ വിസ അടക്കം കൊടുക്കുന്നുണ്ട്. അവർക്ക് വൺസ് ഈ കോഴ്സിൻ്റെ ഇടയിൽ പാരൻസ് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അവർക്കൊരു 5 days സ്റ്റേയും 5 days ഫുഡ് അടക്കം നമ്മളൊരു സിറ്റി ടൂർ അടക്കം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു ഓഫ് ഷോർ നമ്മൾ ഓൺ ചെയ്യുന്ന അക്കാഡമി തന്നെയാണ്. കാരണം ഇന്ത്യയിൽ കുറേ പരിമിതികളുണ്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലോട്ട് വരുന്ന സമയത്ത്. തിയറി ഇവിടെ പഠിക്കാൻ പോസിബിൾ ആണ്, പക്ഷേ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലോട്ട് വരുമ്പോൾ, കാരണം ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടത് ഫ്രീഡം ടു ഫ്ലൈ ആണ്. നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള എയർ സ്പേസ് വേണം. ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലൈറ്റ് ട്രെയിനിങ് മുന്നോട്ട് പോകാനുള്ള ഒരു ടെക്നിക്കൽ വിഷയങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. മെയിൻ്റെനൻസിലോട്ട് വരുന്നത് മെഷീൻസ് ആണല്ലോ. ഓരോ ഫ്ലൈയിങ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മെയിൻ്റെനൻസുകൾ വരും. മെയിൻ്റെനൻസ് മുന്നോട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. കാരണം ഒരു മെയിൻ്റെനൻസ് ഒരു ചെറിയ ഫ്ലൈറ്റിൻ്റെ സ്പെയറിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം. അപ്പോൾ അത്രയും ദിവസം കുട്ടികൾക്ക് ഫ്ലൈയിങ് ഇന്ത്യയിൽ നടക്കുന്നില്ല. പുറം രാജ്യങ്ങളിലാവുമ്പോൾ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക, US പോലത്തെ രാജ്യങ്ങൾ അവർ മാനുഫാക്ചറിങ് ആണ്, ഈ സ്പെയർസിനെ മാനുഫാക്ചർ ചെയ്യുന്ന കൺട്രീസാണ്. അപ്പോൾ അവിടെ 10-15 മിനിറ്റിൻ്റെ മുകളിൽ ഒരു ഫ്ലൈറ്റും മെയിൻ്റെനൻസിൽ ഇരിക്കുന്ന പോലും ഇല്ല. അപ്പോൾ ക്യുക്കറാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് കുട്ടികൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മളൊരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഗ്രൗണ്ട് ക്ലാസ്സുകൾ മാത്രം കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ അവർ ഗ്രൗണ്ട് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എവിടെ പോയി ഫ്ലൈ ചെയ്യണം എന്നുള്ള ആകെ കൺഫ്യൂസ്ഡ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ അഡ്മിഷൻ എടുത്തത് മുതൽ തിരിച്ച് ഇവിടെ വന്ന് എയർലൈൻ പ്രിപ്പറേഷൻ വരെയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ, പിന്നെ അവരുടെ സ്റ്റുഡൻസ് എടുത്തുള്ള പറ്റൊന്നുമില്ല, അതിൽ എയർലൈൻ പ്രിപ്പറേഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതെ, ഇതാണ് നമ്മൾ ഫേസ് 3 എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻസ് വൺസ് US എന്നോ സൗത്ത് ആഫ്രിക്കയെന്നോ അവർ അബ്രോഡിൽ നിന്ന് ഫ്ലൈയിങ് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഇന്റർനാഷണൽ ലൈസൻസ് കിട്ടും. അത് അവർ തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ കൺവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്കാലിറ്റി ഉണ്ട്, സ്കിൽ ടെസ്റ്റ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാ അസിസ്റ്റൻസും നമ്മളെ സൈഡിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും. പ്ലസ് അത് ഇവിടെ തന്നെ അവർ ഗ്രാജുവേഷൻ ടെക്നിക്കലി കംപ്ലീറ്റ് ചെയ്യുന്ന ഇവിടെ തന്നെയാണ്. അതൊരു മെർജ്ഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം പോലെ ആയിരിക്കും, ഒരു സിംഗിൾ പ്രോഗ്രാം പോലെ ആയിരിക്കും കുട്ടികൾ പഠിക്കാൻ പോകും. ആൻഡ് യു വിൽ ബി എക്സ്പീരിയൻസ് ആഫ്റ്റർ ദിസ്. ഈ ക്യാമ്പസ് കണ്ട് ഈ കുട്ടികളും യു വിൽ ബി എക്സ്പീരിയൻസ് ടുഡേ. ഇന്ന് ക്യാമ്പസ് വന്ന പോലെ കുട്ടികൾ ക്യാമ്പസിൽ വരും. ദേ വിൽ സ്റ്റഡി ദെയർ തിയററ്റിക്കൽ, ദേ വിൽ മൂവ് അബ്രോഡ് ഫോർ ഫ്ലൈയിങ്, ആൻഡ് യു വിൽ ബി ഓൾസോ ഫ്ലൈയിങ് ടുഡേ ഇൻ കാലിക്കറ്റ് എയർപോർട്ട്. പാരൻസും സ്റ്റുഡൻസും വളരെ എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പം ഈ ഒരു 4-seater ഫ്ലൈറ്റിൽ അവർ ഫ്ലൈ ചെയ്തു, ഒക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അതെ 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 അതെ. അല്ല, ഇത് ആളുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഞാനൊരു 11.5 വർഷം മുമ്പ് ഞാൻ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി കാനഡയിൽ പോയി പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനിത് പഠിച്ച് പിന്നീട് ഞാൻ ഏവിയേഷൻ കൺസൾട്ടൻറ്റ് പല രാജ്യങ്ങൾക്കും വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് മുതലും നമ്മളെ നാട്ടിൽ നിന്ന് കുട്ടികൾ 10ാം ക്ലാസ്സിൽ ചോദിച്ചാൽ എന്താവണം എന്ന് ചോദിച്ചാൽ പൈലറ്റ് ആവണമെന്ന് പറയുന്ന കുറേ കുട്ടികളുണ്ട്. പക്ഷേ എങ്ങനെ ആകണം എന്നും അല്ലെങ്കിൽ അതിനൊരു കോൺഫിഡൻസ്, ഒരു ധൈര്യം കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് പോസിബിൾ ആണ് എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഇവന്റ് വരെ നടത്താനുള്ള കാരണം പറത്തി കാണിച്ചു കൊടുക്കണം ഞങ്ങൾക്ക് വാശിയായിരുന്നു. കാരണം ഇത് വെറുതെ ഒരു തിയറി പഠിപ്പിക്കുക അല്ല, ഇത് നമുക്ക് പറത്തി കാണിച്ചു കൊടുക്കണം. നമ്മളെ നാട്ടിൽ പറത്തി കാണിച്ചു കൊടുക്കണം. നമുക്ക് വളരെ അധികമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. പേപ്പർ ബോക്സ് ഒക്കെ വരികയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം നമുക്ക് തന്നെ ഈ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സൈഡിൽ നിന്ന് ടെക്നിക്കാലിറ്റിയിലൊക്കെ ചെറിയ ചെറിയ മിസ്സിങ് വന്നപ്പോഴൊക്കെ ഭയങ്കര സപ്പോർട്ട്സ് ആണ് അവർ തന്നത്. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇതൊരു 4-seater ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ജനങ്ങളെ പുറത്താന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇനീഷ്യലി. ഇതൊക്കെ നടക്കുമോ, പോസിബിൾ ആണോ എന്നുള്ള ചോദ്യം. ഫ്ലൈറ്റ് ഇറക്കാന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇറങ്ങുമെന്ന്. ഡെഫിനറ്റ്ലി ഓരോ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ്. കാലഘട്ടത്തിന് ആവശ്യമുള്ളത് തന്നെയാണ്.
ഇതിപ്പോ ആൾമോസ്റ്റ് എല്ലാവരും ചെറുപ്പം മുതലേ പിന്നെ സ്വപ്നം കാണുന്ന ഒരു സംഭവമാണ് ഈ ഫ്ലൈയിങ് എന്ന് പറയുന്നത്. ഇന്നും നമ്മളിപ്പോ ആകാശത്തിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കലുണ്ട്. എന്തൊക്കെയാണ് അത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മൾ ആ ഒരു കൾച്ചർ ആ ഒരു കൾച്ചർ ഇവിടെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് എസ്പെഷ്യലി നോർത്തിലൊക്കെ ഈ കൾച്ചർ കൂടുതലാണ്. ഇപ്പൊ ഈവൻ മുംബൈയിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വില്ലാസ് വരെ വരൽ തുടങ്ങി, എയർ സ്ട്രിപ്സ് ഉള്ള, അതായത് എയർ സ്ട്രിപ്സ് ഉള്ള വില്ല. ഇപ്പോൾ ബോംബെയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ബോംബെയിൽ ഒരു 100 കിലോമീറ്റർ മാറിയിട്ട് ഇതേ സ്റ്റാർട്ടഡ് വില്ല 4.5 കോടിയാ വില്ലക്ക്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു റൺവേ നടുവിലൂടെ ഉണ്ടാക്കി 2 സൈഡിലും വില്ല പ്രൊജക്ട്. 60 പ്രൊജക്ട് ഉണ്ടായിരുന്നു, 60 സെൽ ഓഫ് ചെയ്തു. അവരെന്നെ എന്ത് ചെയ്യും, ചെറിയൊരു 2 സീറ്റർ ഫ്ലൈറ്റും കൊടുക്കും, വില്ലയും കൊടുക്കും. നമുക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നേരെ റൺവേയിലൂടെ ടേക്ക് ഓഫ് ചെയ്യുക, മുംബൈ എയർപോർട്ടിൽ വന്ന് പരിപാടികൾ തീർത്ത്, മുംബൈ ടൗണിലത്തെ പരിപാടികൾ തീർത്ത് തിരിച്ച് നേരെ 10 മിനിറ്റ് കൊണ്ട് വി ക്യാൻ റീച്ച് ബാക്ക് ഹോം. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ നമ്മുടെ കേരളത്തിലെ വലിയ തീർച്ചയായിട്ടും വരും. അല്ല, പ്രൈവറ്റ് എയർ സ്ട്രിപ്സ് ആണ് ഇതിന്റെ ഒരു സാധ്യതകൾ. അത് ഗവൺമെന്റ് ഓപ്പൺ ചെയ്ത് തുടങ്ങിയാൽ ഇപ്പൊ ഈ പറയുന്ന ആളുകൾക്കൊക്കെ എല്ലാവരും, കാരണം ഇവിടെ പറഞ്ഞല്ലോ, ഒരു 80 ലക്ഷം രൂപ ഉണ്ടായാലും 2 സീറ്റർ ഫ്ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റും നാട്ടിൽ. അത് വലിയൊരു സംഭവമൊന്നുമല്ല. നമുക്കിവിടെ സ്ട്രിപ്സുകൾ കുറവാണ്. ഇവിടെ എല്ലാം ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ആയതിൻ്റെ ഒരു പരിമിതികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കൊരു ക്യാമ്പസ് വിസിറ്റ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് നേരെ ഫ്ലൈങ്ങിലോട്ട് മൂവ് ചെയ്യാം, അവരുടെ ഡിലേ ആക്കാൻ. ഓക്കെ, ഇമ്മമാരാണ് ഞങ്ങളെ ആൾക്കാര് ഫുള്ള് എല്ലായിടത്തും. എയർപോർട്ടിന്റെ അടിയിലുള്ള ആൾക്കാർ നമ്മള് എന്താ പറയണേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇനി കേരള ഫ്ലൈറ്റ് അക്കാഡമി കാണാൻ പോകണ്ടോ? അപ്പോൾ അർഷൊക്കെ ഇപ്പൊ തന്നെ കണ്ട് ഞെട്ടിക്കണ്. ഫുള്ള് നെട്ടല് ഇവിടെ അല്ലേ കിടക്കണേ, നെട്ടല് എയർപോർട്ടില് സാധനം ഇങ്ങോട്ട് പൊന്തട്ടെ പരിപാടി. എക്സൈറ്റഡ് ആണോ? എന്റെ ബസ് പോണേ നമ്മൾ പൈലറ്റ് ഇവന് മര്യാദക്ക് ചാൻസ് കിട്ടീനി, അത് ഒഴിവാക്കി വന്നു. എക്സൈറ്റഡ് അല്ല, നിങ്ങൾ എക്സൈറ്റഡ് ആവും. നോക്കിയോ. ഹായ് ദിൽഷാദ്. ഹായ് അനാൻ. ഷിബിലി. ഹായ് ഹായ് സലാം. ആ എൻജോയ് ചെയ്യാം. ജിന്ത ഏൽപ്പിച്ചിക്കണേ മാനേജറെ. എനിക്ക് പേടിയാണ് സത്യം പറയാലോ. ഓൻ പേരെന്നെ തന്നിട്ടില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരും പേര് തരുന്നില്ല. അതുപോലെ പേടിയില്ലാത്ത 2 ആളെ കൂട്ടിയൊക്കെ. പേടി എന്താണെന്നറിയാത്ത 2 ആളെന്റെ കൂടെ ഉള്ളതാണ് എന്റെ ധൈര്യം കേട്ടോ. പേടിയില്ലാത്ത 2 ആളൊപ്പം കൂട്ടിക്കണേ. നോ ഫിയർ. ജിമ്മിക്ക് പേടിനോ? എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയില്ല. ഒരു പേടിയില്ല. എനിക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ക്യാമ്പസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണട്ടാ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ഫ്ലൈറ്റ് ഹാങ്ങറിലോട്ടാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ക്യാമ്പസ് ഇറ്റ് സെൽഫ് ലൈക്ക് എ ഫ്ലൈറ്റ് ഹാങ്ങർ. ഒരു ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പോകുന്ന കുട്ടികളൊക്കെ ഒരു ഫ്ലൈറ്റ് ഹാങ്ങറിലാണ് അവരെ ലൈഫ്, ഡേ ടു ഡേ ലൈഫ് നീങ്ങുന്നത്. അതെ, നമുക്ക് വി ഗോട്ട് എ ബ്യൂട്ടിഫുൾ റിസപ്ഷൻ. അതൊരു പ്രൊപ്പല്ലറാണ്. വി ഗോട്ട് ദി ഒരു കോൺഫറൻസ് റൂം വരുന്നുണ്ട്. മനീഷ, ദിസ് ക്യാപ്റ്റൻ മനീഷ. ഷീ ഈസ് ദ ഗ്രൗണ്ട് ഇൻസ്ട്രക്ടർ ഔട്ട് ഹിയർ. ഹായ്. ഇത് നമുക്ക് ആക്ച്വലി ട്രെയിനിങ് വേൾഡ് വൈഡിൽ കഴിഞ്ഞൊരു 60 വർഷമായിട്ട് നടക്കുന്നൊരു ട്രെയിനിങ് എയർക്രാഫ്റ്റിൻ്റെ ഒരു സെമി ഡെമോ ആണ്. ഇതിൻ്റെ ഒരു ഡബിൾ സൈസ് വരുന്നുണ്ട്, പക്ഷേ നമ്മൾ സെമി ഡെമോ ആണ്. എക്സാക്റ്റ് ഇത് തന്നെയാണ് ട്രെയിനിങ് എയർക്രാഫ്റ്റ് യൂഷ്വലി വരാറ്. സെസ്ന 172 എന്ന് പറയും. ഇത് വേൾഡ് വൈഡ് ഒരു 90% യൂസ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് എയർക്രാഫ്റ്റാണ്. സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ്. നമ്മളതുപോലെ ഡബിൾ എഞ്ചിൻ ഡയമണ്ട് 42 അതൊരു ട്രെയിനിങ് എയർക്രാഫ്റ്റ് തന്നെ, മൾട്ടി എഞ്ചിൻ ചെയ്യുന്നത്. അവരുടെ ട്രെയിനിങ്ങിൻ്റെ അവസാനത്തേക്ക് ചെയ്യുന്ന മൾട്ടി എഞ്ചിനാണ്. നമുക്ക് ഇവിടെ ഒരു സിമുലേറ്റർ വരാൻ പോകുന്നുണ്ട്. അതൊരു US മെയ്ഡ് സെസ്ന. ഈ ഫ്ലൈറ്റിൻ്റെ സെയിം സിമുലേറ്ററാണ്. പക്ക കുട്ടികൾക്ക് സിമുലേഷൻ അവിടെ നടക്കാൻ പോകുന്ന കോക്പിറ്റ് ഏരിയ വരുന്നുണ്ട്. അതെ അതെ, ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ കോഴിക്കോട് എയർപോർട്ട് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഇതാണ്. നമ്മൾ ആദ്യമായിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഫ്ലൈറ്റ് വന്നിറങ്ങിയതാണത്.
ഇത് രണ്ടും ലെക്ചർ ഹാൾസ് ആണ്. ഇതൊരു ലെക്ചർ ഹാൾ 1, അത് ലെക്ചർ ഹാൾ 2, 2 ലെക്ചർ ഹാൾസ് ആണ്. ഇത് മറ്റൊരു ലെക്ചർ ഹാൾസ് ആണ്. ഹായ്, ഇതൊക്കെ നമ്മളെ കുട്ടികളൊക്കെ ഇന്ന് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്ന് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരൂ വേണമെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ പറയും. നിങ്ങൾ ഫ്ലൈ ചെയ്തവരില്ലേ ഇതിൽ? അതെ, അവരൊക്കെ ഇന്ന് ഫ്ലൈ, അവർ പാരൻസിൻ്റെ കൂടെ ഇന്ന് ഫ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾ അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അവർക്ക് ഇന്ന് ജസ്റ്റ് ഒരു ഡയമണ്ടിലൊരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തു. അവർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ ഞാൻ ഫ്ലൈ ചെയ്ത്, ഇന്നലെ ഞാൻ ഫ്ലൈ ചെയ്തു, പക്ഷെ ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു. ക്യാമറ, ഒരു സ്റ്റാഫ് റൂമാണ്. നമുക്കൊരു ഫ്രീ ഈവനിങ് ഒക്കെ സ്റ്റുഡൻസ് ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ, കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് വരാനുണ്ട് ഇവിടെ. കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ഹാങ് ഔട്ട് ചെയ്യാനും ഒരു ഗ്രീൻ സ്പേസ് എന്ന രീതിയിൽ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് വരാനുണ്ട്. സ്റ്റുഡൻസിന് ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. കുട്ടികൾക്കൊരു ജസ്റ്റ് ഒരു ലെക്ചർ ടൈം അപ്സ്റ്റേഴ്സിൽ വരുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ടൈം സ്പെൻഡ് ചെയ്യാനാണ്. ഓൾറെഡി ടീം സെറ്റാണ്. കുട്ടികൾക്ക് ജസ്റ്റ് ഒരു സ്പെൻഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ. നമുക്കിനി ഡയറക്റ്റ് ഫ്ലൈയിങ്ങിലോട്ട് നീങ്ങാം അല്ലേ? എയർപോർട്ടിലോട്ട് നീങ്ങാം. ലെറ്റ്സ് ഫ്ലൈ. എക്സൈറ്റഡ് അല്ലേ? ഇത് പൈലറ്റിൻ്റെ കൂടെ കോക്പിറ്റിലിരുന്ന് ഫ്ലൈ ചെയ്യാനാണ് പോകുന്നത്. പൈലറ്റിൻ്റെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഇല്ല പറഞ്ഞു വിടല്ലേ? എന്താന്ന് വെച്ചാ ഫ്ലൈ ചെയ്ത് വന്നാൽ ചിലപ്പോ പാട്ട് നിർത്തി പൈലറ്റ് നോക്കട്ടെ. പാട്ട് നിർത്തേണ്ടി വരുമോ? പൈലറ്റ് വാ ഇംഷ കയറി, ഫ്രണ്ട് കയറിക്കോ. എന്നാ ഇവിടെ തന്നെ അറിയിക്കും. ഹായ് ഷാനിയോ, ഓനെ ഷാനുവിനെയും നബീലിനെ വിളിക്ക്. ഇങ്ങോട്ട് ബ്രോ. എന്നാ പോയരാ. എല്ലാതും ഞാൻ വീട്ടിൽ പറഞ്ഞു. കണക്കുകളൊക്കെ അറിയാലോ. പെണ്ണുങ്ങളോട് പറയണം. അവളിപ്പോ വരാറിന് പോയതാ. മാക്സിമം സെറ്റ് ആക്കുക കേട്ടോ. ഫ്രീ ഫോണൊക്കെ ഒരു 5 ഇറച്ചിയാക്കാൻ പോതാണല്ലോ. വീഡിയോ കട്ട് ചെയ്തിട്ടോ. നബീലിക്കോ പോരണോ? നബീലിക്ക് ഇവിടെ വന്നപ്പോ നബീലിനെ ഓക്കെ ആയിട്ടോ. കുറച്ച് കുട്ടികളെ കണ്ടപ്പോ ഇവിടെ എത്തിയപ്പോഴേ ടെൻഷനും തിരക്കൊന്നുമില്ല. പോണ്ട, അത് കുഴപ്പമില്ല. ഇവിടെ കാറിക്കും പോയരാ. എല്ലാരും പ്രാർത്ഥിക്കും. അങ്ങനൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. റബ്ബെ വിമാനത്തിൽ കയറിട്ട് കാറിലിട്ട് കുഴപ്പമില്ല. ജസ്റ്റ് 5000 ഫീറ്റ് മേലെ ഒറ്റടല്. 5000 നീ എഞ്ചിൻ ഓഫായി കളിച്ച അടിയിലെതിന് പിടിച്ച് കാണിച്ചു. സ്കൂട്ടിനല്ല നമ്മൾ ഇറക്കുന്നത്, ഓഫാക്കി ഓണാക്കല്ലേ. നേരെ പോയാൽ മതി. മനസ്സിലായിട്ടോ തോന്നുന്നു. തിരക്ക് കഴിഞ്ഞും ചെയ്ത്
ഒന്ന് ഓൺ അടിച്ചപ്പോ വെറൈറ്റികളൊക്കെ ഇടാൻ പറയണ്ടേ. എന്ത് ഫ്ലൈറ്റ് ആയിരുന്നോ? റബ്ബേ അങ്ങനെ പറയില്ലോ. മൂപ്പര് ഓൾറെഡി മോട്ടറാക്കല്. ഇത് ആരെ നോക്കി നിങ്ങൾ? ഇവിടെ ആരെ നോക്കി? അത് നോക്കി അയാ കാണിച്ചു കൊടുക്കടാ. ഫോട്ടോ ആരെ കാണിച്ചു കൊടുക്കി? വർച്ചോനെ അതില് വലിയ വ്ളോഗ് ഉണ്ട്, വലിയ ഫോട്ടോ ഉണ്ടല്ലോ. ആരെ നോക്കി നിങ്ങള് സൈഡിൽ കൂടെ നിക്കണേ? വർച്ചോനെ മാഷാല്ലാ. ബദറാണോ നിക്കണേ? നമുക്കൊന്ന് കേറി പറയാൻ കാരണം എന്താ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആകുമാര് വേഗം നിർത്തും. ഓ കഷ്ടായല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് 5 മിനിറ്റ് പറത്തിയാ മതി പറഞ്ഞാൽ കേറ്റിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ തന്നെ ഇറക്കിയാ മതി. ഏതായാലും നമ്മളെ എയർപോർട്ടിൽ എത്തിട്ടോ ഗൈസ്. എയർപോർട്ട് ഈ എയർപോർട്ടിന് വേറെ പ്രത്യേകത ഉണ്ട്. എന്താണ്? ഞാൻ ഇതുവരെ എയർപോർട്ടിൽ പോയിട്ടില്ല. അതാണ് ചെയ്തല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ല ഞാൻ എത്ര ദിവസം ലോക്ക് ആയിക്കണം. ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. നമ്മള് പ്രൈവറ്റ് ജെറ്റാണ്. പ്രൈവറ്റ് ജെറ്റിലാണ് പോണത്. രാമക്കൽമേട് ജീപ്പൊക്കെ ഓടണേ ഡിസ്ക് ഡ്രൈവർമാരുണ്ടല്ലോ, അതേമാതിരി ഡിസ്ക് ഡ്രൈവർ ഓ സ്റ്റൈലൊക്കെയാണ്. 70 റുപ്പീസ് ആണ്. മലയാളല്ലേ ഇവര് മൊത്തം ഈ പാർക്കിങ്ങിന്റെ ടീം മൊത്തം ഇന്ത്യക്കാരാണ്. കോൺട്രാക്ട് ആവല്ലേ? ഇക്ക നമ്മളെ ഭാരതത്തിന്റെ പൈലറ്റ് എവിടെ ഉള്ളാവും? ബോംബെക്കാരനാന്ന് പറഞ്ഞേ. മുംബൈയോ? ബോംബെയില് കുറെ ഭായിമാരെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുംബൈ ഇന്ത്യൻസ് ആണ് പറയണ്ടി. ഞാൻ ബാംഗ്ലൂരല്ല, ഫുൾ മുംബൈക്ക് സപ്പോർട്ട്. എടാ ഇത് ആകാശത്ത് നിന്ന് കറക്കൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ വേണ്ടല്ലോ. പിന്നെ യന്ത്രാലേ നിങ്ങൾക്ക് എന്തൊരു പേടിയില്ലാതെ? ഈ ജിമ്മിക്കൊന്നും ഒരു പേടിയില്ലട്ടാ, ഒരു പേടിയില്ല. എങ്ങനെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യിപ്പിക്കുക. ഞാൻ മെല്ലെ ഇവിടെ ഇറങ്ങിട്ടേ സൂപ്പർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ വരുമ്പോ വന്നാലോ അങ്ങനെ ഉണ്ടാവും. പേടിയാണ് കുറച്ചാനെ. ഏതായാലും എയർപോർട്ടിൽ എത്തിട്ടോ. പാട്ട് പാടിയാൽ മതി, എന്താ അവസ്ഥ നോക്കാലോ. പാട് പെടും. എങ്ങനെ വരുന്ന നോക്കാലോ. വിറച്ചടി പറഞ്ഞു തരും. ഇന്റർനാഷണൽ ഡിപ്പാർച്ചറാണോ? കോഴിക്കോട് ബോർഡർ വിടുന്നില്ല. ദുബായ് വരെ പോവാ. അതിലുള്ള എന്നെ ഒന്നും അടിച്ചാല ഇതൊന്നും അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോടാ. പോയോ കേട്ടോ എന്തായാലും. ഫ്ലൈറ്റ് കയറുമ്പോഴേ എൻഡോസൾഫാൻ്റെ കുറച്ച് ബ്രേക്ക് നീക്കിച്ചാൽ മതി. കുറച്ച് ബ്രേക്കൊക്കെ നീക്കത്തളാണ്. അർശനാണ് ഇത്. മറ്റേ ഇതിന് മരുന്നടിച്ചിട്ട് ഫ്ലൈറ്റില്ലേ, അപ്പൊ അതാവണെങ്കിലേ ഫ്ലൈറ്റ് കയറുമ്പോ കീടനാശിനിന്റെ കുപ്പി ഉണ്ടാവും, പൈപ്പ് അടി കിട്ടാണ്ട് വായക്കാട്ട് കൂടെ തോട്ടത്തിന് മേലെ ഇങ്ങനെ പോകും. വായക്കാടിന്റെ പിന്നെ വായത്തോട്ടത്തിന്റെ അവിടെ അയാൾ ചുറിച്ചു. അയാൾ ടഫ് ചിരിച്ചതാ. പിടിച്ചാണ് ഞാൻ നോക്കിക്കൊണ്ട്. എന്താ പിടിച്ചാ പറ്റാ ഒരു ഫോണ് പോവും. ഡിലീറ്റ് ആക്കിയാൽ മതി, ഡിലീറ്റ് ആക്കിയാൽ മതി. അപ്പൊ എന്തായാലും ഞങ്ങള് പറക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട്. ഹർഷ എന്താണ് എക്സ്പീരിയൻസ്? അറിയോ ഡേറ്റ് കഴിഞ്ഞ പാസ്പോർട്ടും കൊണ്ടുവന്നു. അർഷുവിനെ നോക്കി പാസ്പോർട്ട് ക്യാൻസൽഡ്, വിസ ഇഫ് എനി റിമൈൻസ്. അർഷുവിന്റെ ക്യാൻസലായ പാസ്പോർട്ടും കൊണ്ട് ഡിസ്കായി വന്ന് അയാളവിടെ പിടിച്ചിരുത്തി. നമ്മൾ പറഞ്ഞ് സെറ്റാക്കി വിശാഖലിയാർ. ഏതായാലും പോയോ കേട്ടോ, സീൻ എക്സ്പീരിയൻസ് ആവും. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങള്. ജിമ്മി എന്താ പറയുന്നത്? ആണോ? റെഡിയാണ്. ജിമ്മി എന്താ പറയുന്നത്? എക്സ്പീരിയൻസ് ചെയ്യാം. ബാക്കി ഫ്ലൈറ്റിൽ നിന്നാണ് പറഞ്ഞത്. അനക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങള് അപ്പോ ഈ ഇതേപോലെ ഭാരതത്തിലേക്ക് ബസ് കയറി മാത്രം പരിചയമില്ല ഞങ്ങളാണ് ഇതിൽ കയറാൻ പോണ കേട്ടോ. എവിടെ നമ്മളെ വണ്ടി അങ്ങോട്ടോക്ക് ഒരു കുഞ്ഞി സാധനം പോകണ്ടേ? അല്ലാതെ നമ്മളെ വണ്ടി കേട്ടോ. കക്കാടമോയിൽക്കൂടെ പോണ ആദ്യത്തെ ട്രിപ്പ് കക്കാടമോയിൽക്കൂടെയാണ് പോണ വന്നിട്ടോ. വണ്ടിയില് ഇന്നോ കുത്തിർക്ക്. എന്റെ പേരെന്താണ്? എത്ര ക്ലാസ് പഠിക്കുന്നു? എന്താണ് പഠിച്ചേ? മണിക്കൂറുണ്ടല്ലോ.
ഈ എ സിക്ക് ഇതൊക്കെ ഏത് സാധനം സീന എ സിടോ മാരക സാധനം അല്ലേ? തലമണ്ട തണുപ്പിക്കണ എ സി. അപ്പൊ നമ്മള് കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഞങ്ങൾ ഇതുവരെ വരാത്ത ഏരിയകൾ ലക്ഷ്യം വെച്ച് ഇങ്ങനെ നീങ്ങാട്ടോ. ഇതുവരെ പോവാത്ത ഏരിയകൾ കൂടെ നമ്മൾ പോണത്. ആ വണ്ടി പോയാല് അതിലങ്ങനെ പോയി പിന്നെ കണ്ടില്ല. അത് പോയോ? എന്നിട്ട് പിന്നെയും പോവും. അപ്പൊ എന്തായാലും നമ്മൾ പോവാൻ റെഡി ആയിരിക്കുകയാണ്. സാധനം ഏറലാട്ടെ, അതാ പോണുള്ളൂ. എവിടെ? ആ പോണ്. അത് നടക്കണുള്ളൂ ഇപ്പോഴും. ഒരു ഓടൊക്കെയാ. അപ്പൊ ഈ സാധനം തിരിച്ചു വന്നിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, കരിപ്പൂർ എയർപോർട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മളെ ജെറ്റ് വിമാനം ഇവിടെ അണിചേരുകയാണ്. ആകാംക്ഷയോടെ തന്റെ പുതുനാരി നജിമ വന്നതുപോലെ വിമാനത്തെ നോക്കിയിരിക്കുന്ന അർഷു. അതിൽ കൊള്ളു നമ്മളെ. ഔ തുമ്പി, കറക്റ്റ് തുമ്പിയാണ് കേട്ടോ. തുമ്പി തുമ്പി വാല് മാത്രം ഏറ്റം ശരഫോടെ റസൂലും പാരീ. ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ നമ്മളെ ചെക്കന്മാരാട്ടോ. ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാട്ടോ. ഗായ്സ് നമ്മളെ ബോയ്സാണ് എല്ലാവരും. നമ്മൾ വന്നപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ടോ. പേര് നിഹാൽ, സിനാൻ, നിജിൻ, അനസ്, അജ്മൽ, അഭിനന്ദ്. അപ്പോൾ ഇവരൊക്കെ ഇവിടുന്ന് പരിചയപ്പെട്ടാണ്. അപ്പം ഇവരെ കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. നമുക്ക് എപ്പോഴും ഇങ്ങനെ എത്ര പരിചയപ്പെട്ട് എവിടേക്ക് പോകുകയാണെങ്കിലും ദുബായിക്ക് വേണമെങ്കിൽ ഖത്തർക്ക് വേണമെങ്കിലും ഇവരെ പരിചയപ്പെട്ട് പോകാൻ പറ്റില്ല. ദൂരെ നിന്ന് കാണാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് എല്ലാവരെയും കാണാനും പരിചയപ്പെട്ടാനും പറ്റി. താങ്ക് യു സോ മച്ച്. തിരിച്ചുവിടൂ ഒന്നന്റെ മോനെ. സുഹൃത്തുക്കളെ, നമ്മളെ ഫ്ലൈറ്റ് കേട്ടോ. ഈ മരുന്നടി ചില സാധനത്തിന് പോവാല് പൈലറ്റ് ചോറൊക്കെ തിന്ന് ഉത്തർക്കട്ടോ. പിന്നെ പൈലറ്റ് ചായ കുടിച്ച് മുട്ടപ്പത്തിൻ്റെ കാര്യം അയാളൊപ്പം പോണ്ടേ. സുബ്ഹാനേ സുബ്ഹാന ജല്ല ജലാലു. ഞാനില്ലട്ടാ. എമർജൻസി എക്സിറ്റ്. എമർജൻസി എക്സിറ്റ് കൂടെ പോകാനല്ലോ. തിരിഞ്ഞോടെ ഇറങ്ങിയോ? ഇതാ മറ്റേ കാക്കല്ലേ വിമാനം കേട്ടോ. അതല്ലടാ ഈ പറഞ്ഞു. അവിടുന്നുണ്ട്. ഇതാണ് നമ്മളെ വിമാനം. നമ്മളിതിലാണ് കയറാൻ പോണ കേട്ടോ. പറക്കും, എല്ലാരും തുരത്തും. നമ്മളാണെങ്കിൽ ഒരു കാലിച്ചായ്മ കുടിച്ചാൽ പോകുന്നത്. അത് സത്യം. അല്ല ഒയച്ചിലെടുക്കൊക്കെ പാടെ മൂപ്പരപ്പ സീനാക്കൂലേ. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി ആകെ പിത്തം പറഞ്ഞ് ഛർദിച്ച് ഇങ്ങനെ പതുക്കെ പോയേക്കാം. ഇങ്ങനെ കേറി പോണ ഞാനും വരാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മോട്ടുകൂടെ വരാം. റബ്ബേ, ഓ അർഷത് സീനാവട്ടെ. അർഷോ ഞാൻ അപ്പുറത്ത് കൂടെ വന്നല്ലേ. ഞാൻ ഫ്രണ്ടിലാ. എനിക്ക് ഫ്രണ്ട് സീറ്റ് അത്ര ഇഷ്ടമല്ല. ഞാൻ ബാക്കിലെടുത്തില്ലേ. സുബ്ഹാനേ. ഞാൻ ഇവിടെ ഇരുന്നാ പോരാ. ഞാൻ ഉള്ളിൽ തന്നെ ഇരിക്കണം. പുറത്ത് നിന്നാ പോരാ. ഇതിന് ചവിട്ടാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ആക്കാം. കാക്ക മുട്ട പപ്സൊക്കെ തിന്ന് അങ്ങനെ കുത്തിറക്കുന്നുണ്ട്. പറപ്പിച്ചാലേ ആളാ. അതിൻ്റെ അപ്പുറത്ത് പറപ്പിച്ചാലേ എടാൻ്റെ നടിയിൽ എന്തോ ഒരു ലിവർ എന്തോ അല്ലേ അത് പറപ്പിച്ചാലേ. സുബ്ഹാന ജല്ല ജലാലഹു. പടച്ചോനെ കാത്തോളി. അല്ലാഹ് ഇച്ച് പേടിയൊന്നുമില്ല. ട്രാക്ടറോ അല്ല ഇത് നടക്കൂല. നടക്കാൻ മറി. സ്വിച്ചിടാൻ മതി. അല്ല സീറ്റ് ബെൽറ്റ് ഉണ്ടോ ഇതിന്? സീറ്റ് ബെൽറ്റ്. Captain, do we have seat belt on this for the
For us? Okay, thank you. Bye. Where should we put? ഭാഗ്യം. ചെറിയ ഇത് വേണ്ട എനിക്ക് ഇതാ അല്ല ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറേണ്ടി ലോക്കായില്ലേ ജി ആ അല്ല കുഴപ്പമില്ല ഇതൊന്ന് ദമ്മിൽ നിന്നാ മതി സമാവത്തും ബുറാക്കിലേറി ബുറാക്കിലാട്ടാ പോണേ. What's the purpose of this one? അതിന്റെ പർപ്പസ് ഒക്കെ എന്തൊരു Ejection seat. ഓക്കെ. No. That's for flying. Okay. ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ജെറ്റ് പോണേ. How is the experience, Jim John? അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ക്യാപ്റ്റന്റെ കൂടെ പറക്കാനൊരുങ്ങുകയാണ്. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവര് തമ്മില്. ഇവനാ പേടി, ഇവന്റെ മുഖത്തെ ഊറ്റൊക്കെ ഇപ്പൊ നിൽക്കും. ഞാനെന്തൊരു പേടിക്കണം. സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖർനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബേ സുബ്ഹാനേ ചെറുതായിട്ട് Also YouTube channel called Anand's family. I have almost 2 million subscribers. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് പൊന്തണില്ല കേട്ടോ. മൊബൈൽ കുറെ നോക്കുന്നുണ്ട്. What trick you want to do today? So what trick you want to do today? What trick do you want to do today? Nothing. You will fly upside down. Yeah. We need. Okay. We need it. This guy doesn't have any common sense. So you fly upside down. Yeah. We need more fun. Vroom. We need more fun. Just go and come back. No. Maximum. No. It's not going to be that simple. It's not going to be ഇവൻ പേടിച്ചാണ്ട് വല്ലതും പിടിച്ച് നിൽക്കുമെന്ന് വെച്ച് പേടി. എടാ ആ സ്വിച്ച് മേൽ നിൽക്കല്ലോ. സ്പീഡൊന്നും ഇതിന് മറ്റേ ഉണ്ടാവും. എഞ്ചിൻ ഓണാക്കി ഓഫ് ആക്കണേ. ഇറക്കത്തുനിന്ന് ഓഫ് ആക്കും. ഒറ്റ മുടല് എണ്ണ ലാഭിച്ചാണ്. കൂടട്ടോ. land the plane with this, okay? ഞാനോ You have to help me to land. 28 വർഷമായില്ല. നിങ്ങൾക്ക് ഇന്റെ ഹെൽപ്പ് എന്തിനാണ്? ഞാൻ ഒന്ന് കയറി അതില്. അതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റടിച്ച് കയറുണ്ടോ? I'm learning how to fly. ഞാൻ പഠിക്കുകയാണ്. ഇന്ന് പണിക്ക് കയറിയത് അത്രേ. അനിയോ വണ്ടിയേ മൂപ്പരെന്തോ താളിച്ചിട്ടുണ്ട്. The runway is. You're from here, right? Okay, so tell me where the runway is. I'm not from here. Road back to Calicut Airport. Okay. നമ്മളിനി ലാൻഡിങ് വേറെ എവിടെ നടന്ന് അല്ലല്ല, റൺവേ മൂപ്പർക്ക് ഇവിടെ അറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന്. അടച്ചിട്ടാ നോയിസ് ക്യാൻസലേഷൻ വന്നു. നോയിസ് ക്യാൻസലേഷൻ ഓണാക്കി. കാറ്റ് നിന്നു. ഇതില്ലട്ടാ. മൈക്കൊക്കെ വർക്ക് ചെയ്യില്ല. ഇതിന് രണ്ടാമതൊരു വർക്കലുണ്ടാവില്ല. ഓക്കെ. അതെങ്ങനെ അറിയാം? 2 3 ഇല്ലേ? We are flying through that side. Yeah, we are flying from this side now. We are flying from this side. We take off towards the Arabian Ocean, towards the sea. Ready, 1. ഇത് നോക്കാന്നിട്ട് എന്താ കാര്യം? നോക്കിക്കളാ മുന്നിലിരുന്ന് പൊന്തട്ടെ പൊന്തി തുടങ്ങി. റബ്ബുൽ ആലമീനായ നാഥാ. അല്ലാഹ്
കൊയിച്ചടിച്ചാൽ മതി കൊയിച്ചടിച്ചാൽ മതി ഡ്രോപ്പിന് കുറച്ചുകൂടി മേലൊക്കെ തട്ടല്ലേ തെങ്ങുമ്പോ തട്ടും തിരിച്ചു നമ്മള് സാധനം മിയ അപ്പം കേറിയപ്പോത്തിന് തോരാത്തല്ല നടക്കും. ഇത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടോ വ്യൂ നോക്കാം. പേടിയുണ്ട് ഡ്രൈവറെ മുന്നിൽ കൺട്രോളറൊക്കെ പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ട്. Okay, let's find out where the airport is. Yeah, let's find out where the airport. ഫ്ലൈറ്റ് ആട്ടിലുണ്ടോ? ഫ്ലൈറ്റ് ആട്ടില്. More fun. We need more fun. We need more fun. Excellent experience. Allah. We need more fun. Allah. Airport. That's it. That's it. More fun. I don't see where. There. Oh, there. Come on. No airport there. No airport. Please go back. Oh my God. More fun. More drop. പേടിക്കണേ. Drop. Airport. Not to be seen. See there. There. Drop. Yes, somebody's flight. ഞാനില്ലട്ടാ കേറിയില്ല. അർശനെന്താ പറയല്ലേ? എനിക്കൊന്നും പറയല്ല മുത്തേ. എന്റെ കാട്ടിൽ കൂടുതൽ കാണാൻ രസം സൈക്കിളും നേണ്ട്. കാക്കാ അടിക്കടി പെട്ടെന്ന് പോയിങ്ങോട്ട് ബ്രേക്ക് ഔട്ടാൻ പറ്റുമോ? പെട്ടെന്ന് പോയിങ്ങോട്ട് ബ്രേക്ക് ഔട്ടാൻ പറ്റുമെങ്കിൽ ആക്കില്ലേ? Examiner. പേടിച്ചിക്കണേ. Big jets. Pilots. Okay. Release them. Commercial pilots. I have to examine. ഫണ്ണാക്കണം. Drop. I am miskin. Please. Allah, please. Ana miskin. Kako, please. Pilot. Ana miskin. Kako, അങ്ങനെ കാട്ടല്ലേ. കൊടല് തൊള്ളേക്ക് വരുന്നു. ഔ പൈലറ്റിന്റെ മേത്താണ് കടന്നിക്കണ്. Ana miskin. Drop. No. Check here. Huh? Alarm. Forward. കാക്ക പേടിപ്പിച്ചെല്ലാം കിട്ടുന്നുണ്ടോ? ഞാൻ എന്തിനു നേരെ ഇരിക്കണേ? ഇയാളെ കാണുമ്പോൾ സമാധാനം ഉണ്ട്. അങ്ങോട്ട് എന്റെ പൊന്നെ മാരക വ്യൂ. പ്രൈവറ്റ് ജെറ്റിലൊക്കെ സാധാ പൈസ കൊടുത്തോണ്ട് മറ്റേ വിമാനത്തിലൊന്നും പോയിട്ട് കാര്യമില്ല. ഇതാണ് എക്സ്പീരിയൻസ്. അല്ലപ്പോ എയർപോർട്ട് എവിടെയാണ്? തിരിച്ചെത്തില്ല. മനുഷ്യന്റെ ജീവൻ പോയി. പകുതി പോയിട്ടോ. കോഴിക്കോട് എയർപോർട്ടിന്റെ മേലെ.
കോഴിക്കോട് വേണ്ട വേണ്ട ഡ്രോപ്പ് ചെയ്യണ്ട. ഇതാണ് നമ്മളെ പൈലറ്റ് ചെങ്ങായി സീൻ ട്ടോ. Say hi to my family. Hello, how are you doing? So nice. Thank you so much. അത് കട്ട് ചെയ്തൊന്ന് വൈഫ് കൊടുക്കണം. അസെപ്റ്റാക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. So this is airport renovation going on, right? They are making it bigger. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു കാര്യമില്ല എയർക്രാഫ്റ്റിന്റെ ഒപ്പം തമ്പനയിൽ കൊടുക്കാൻ എനിക്ക് അള്ളാ പഠിച്ചോനെ. അല്ലോ ഇതിന്റെ മേലൊക്കെ പിടിച്ചേ ഇതേ ലാൻഡ് ആയിട്ടാ നേരല്ലേ പോണേ അർഷോ. അത് പതറുണ്ടോ ഇയാൾക്ക് അറിയില്ല കേട്ടോ. ഇത് പറ്റൂലെങ്കിൽ അതിമ നെക്കി പിടിച്ച് ബ്രേക്ക് എന്തേലും എഴുതിണ്ടാവും. അതിമ നെക്കിക്കളാ അതിമ നെക്കിയാളാ അതിമൊന്ന് പിടിച്ച് നെക്കല്ലേ. പൊന്തിച്ചണ സാധനമാണ്. പൊന്തിച്ചണ സാധനം അത് മുട്ടുമ്പോ അറിയാലോ നമ്മള്. അൽഹംദുലില്ലാഹ് പടച്ച റബ്ബ് കാത്തു. ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ. ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. ഭാരത് മാതാ കീ. എടാ മൂപ്പര് എഞ്ചിൻ ഓഫ് ആക്കണ്ട അതിന്റെ അടിയിലേ. ആ വിഷയം പരിപാടി പരിപാടി. ഓ ആ ഇതാണ് You had food? സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചെത്തി. You'll be getting very little rest, no? Yeah, very hot. Very hot. Like you have to fly round trips every time, right? Yeah. നമ്മളിപ്പോ എവിടേക്കും പോയി വന്നാവോ. Like I'm feared of heights too much. Okay. That's why I was like grabbing you like this. So now your fear is gone. If you can survive this, you can survive anything. Inshallah. ഓ ആ വണ്ടി കയറുമ്പോൾ AC ഒരു മുതലേ കയറട്ടെഞ്ഞ് ആസ്വദിക്കാം നമുക്ക്. അല്ലാ ബാക്കി ഏതാണ് ഞാൻ. അത് മൂടായി. ഇതിന്റെ പുനർജന്മാണ്. ഞാനെന്തിനു ഓ ഞാൻ പറഞ്ഞുതരാം. ഇതിന് നടക്കട്ടെ. അല്ല ഇത് അധികം മോട്ടറാക്കിയാൽ മൂപ്പര് പിന്നെ എടുക്കും. മൂപ്പര് സീനാണ്. ഒരു ഡിസ്ക് ആക്കട്ടോ. രാമക്കൽമയുടെ ഡ്രൈവർമാരെ മൂടാണ് നമുക്ക്. Like you guys will be always in touch with that communication, Yeah, right? there's a lot of traffic. There's a lot of traffic over here. So this Cochin. Yeah, and they are also living in Kannur. There's no parking space in the night. It was so much fun. Thank you for the ride. My pleasure. What is your channel called? This name channel Hanan's family. Hanan's family. Okay. So say my hi to all the all my YouTube family. Yeah. Hi to everybody in Hanan's family. It was a pleasure flying Hanan around. Yeah. Now I'm sure his fear of heights have gone, and now he's no longer going to be scared of heights, anymore. Thank you so much for My showing pleasure. it. Lovely flying you, and see you around. Thank you so much. Come sir. again for Thank flying you so sometime. For sure. Inshallah. Yeah, and Nearla. yeah, we fly also in Bombay. So if you want to come, you can come to Bombay, and we fly over Bombay like that. പിന്നെ Yeah, ബോംബേക്ക് Definitely, brother. See you. Thanks. Thank you so much. Bye bye. Bye bye. താങ്ക് യു സർ. പോകാം. കട്ട് ചെയ്യല്ലേ? കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്യാനോ? കട്ട് ചെയ്തോ. അപ്പുറത്ത് കൂടെ അല്ലേ ഇറങ്ങണ്ടി? റബ്ബേ. എനിക്ക് പേടിയൊന്നുമില്ല. എവിടെ നിന്ന് ഇറങ്ങിയാ? ഇവിടെ ഇറങ്ങി. ജിമ്മിൽ ഇറങ്ങാണ്. ഇതെന്തറിയോ ഇസ്ലാം ഫ്ലൈറ്റ് ഞാൻ കട്ടാക്കല.
ഹായ്. കൊടുത്തോളി എല്ലാവർക്കും ഇപ്പൊ തന്നെ ബായ് പറയേണ്ട അവസ്ഥയുണ്ട്. ചാട്ടെടുക്ക്. അങ്ങനെ നമ്മള് വിട പറയണ്ടോ? വൺ എക്സ്പീരിയൻസ്. ഹായ്. മനുഷ്യന്റെ പേടി ഓ പുടുത്തമുട്ട ആകെ പുടുത്തമുട്ടിങ്ങനെ. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഒന്നും വാക്കുകളില്ല. അർച്ച എങ്ങനെയുണ്ട്? എന്റെ മൂത്ത് കാണാൻ ഞാനങ്ങളെ പിടിച്ചണിരുന്നു കൈ പിടിച്ചിട്ട്. അതുണ്ടോ? ഇത് അയാളടുത്ത് ബോധം കെട്ടീനി. അയാളടുത്ത് ബോധം കെട്ടീനി. ഞാൻ കുറച്ചേരം കണ്ടായി. അത് പൊന്തി കുറച്ച് വളരെ രസം. അതിന്റെ ഇടയ്ക്ക് മൂപ്പരെ താഴെക്കിടും ചെയ്യാം. മൂപ്പർക്ക് അതൊരു രസം. എഞ്ചിൻ ഓഫ് ആക്കാൻ മൂപ്പർക്ക് അതൊരു രസം. ആ പോരി പോരി. അത് എല്ലാ എങ്ങനെ ഉണ്ടാവാം? കൊടുത്തം വിട്ടില്ല. ഇബൽക്കടെ ഒരു പേടില്ല. ഇബൽ അയാളോട് നിലത്തിക്കിട്ട് ഡൗൺ ഡൗൺ. അയാള് രണ്ടോട്ടം നിലത്ത് കിട്ടുന്ന മനുഷ്യന്റെ കിളി പോയി. അല്ല, ഞാൻ അതിന്റെ കറക്റ്റ് വരുന്നവർക്ക് കൊടുത്തതാ ഇങ്ങനെ നല്ല രീതിയിൽ. അപ്പൊ അവര് പറഞ്ഞ് ആനോട് പറയണ്ടെന്നുണ്ട്. പറഞ്ഞേ കേറൂലേ നീ. ഞാൻ കരുതി സാധാ പോലെ പോയി പോരുന്നാണ് ഉണ്ടാവുന്നുള്ളത്. കാക്കണിടും. ഇവിടുന്ന് കണ്ടാണ് പിന്നെയും പോന്നിച്ചു. അതിൽ ഇവിടുത്തെ കടി കാക്ക എങ്ങനെ കളിച്ച രസം. കൊടൽമാലകൾ ഇങ്ങനെ ആക്കിങ്ങാണ്ട് അന്ന് റെയിമായ പിന്നെ അങ്ങനെ കാര്യം ചിലപ്പോ മൂപ്പർക്ക് ഒന്നും ഉണ്ടാവല്ലോ വള്ളന്റെ ഉള്ളില്. 28 കൊല്ലത്തെ വർഷമായി പറഞ്ഞേ. എങ്ങനെ ഉണ്ടാവോ? സീനായി. വൺ എക്സ്പീരിയൻസ് ഇട്ടാ. അടച്ചോനെ കിളി പോയി. എന്റെ കിളി പോയി. ഇബൽക്കൊരു പ്രശ്നമല്ല, ജിംഷാനും പ്രശ്നമില്ല, അർശുവിനും പ്രശ്നമില്ല. ഓലിങ്ങനെ ഡൗൺ അപ്പ് ഡൗൺ അപ്പ്. അയാളിങ്ങനെ മോട്ടറൊക്കെ. അയാളാണെങ്കിൽ ഒരു മോട്ടർ. വേർ ഈസ് എയർപോർട്ട്? ഐ കനോട്ട് സീ. കാക്കറ്റുണ്ട്. വേർ ഈസ് എയർപോർട്ട്? ഷോ മീ ദ എയർപോർട്ട് സോ ഐ ക്യാൻ ഗോ ബാക്ക്. ഞാൻ പറയും പൊന്നാര കാക്ക മാപ്പിൽ നോക്കി വട്ടം കാണുന്ന അവിടെയാണ് എയർപോർട്ട്. അങ്ങോട്ട് മൂപ്പര് മനുഷ്യനും മോട്ടറൊക്കെ. സീം മനുഷ്യനും സീം വണ്ടിയും. വണ്ടിന്റെ മുന്നിക്കൊന്നുമില്ല. ഒമ്നി വരെയാണേ. അല്ല മുന്നിക്കൊന്നുമില്ലേ. വീണ ഫസ്റ്റ് ഞാൻ കട്ട. എന്തായാലും പോയി. എന്റെ പോയി. ഏതായാലും അല്ല കാക്കട്ടെ. എന്തായാലും പോയോക്കാം. തിരിച്ചു പോയേക്കാം. നല്ല ആളാ. ഇബൽക്ക് കൊടുത്താണ്. എനിക്ക് ഞാൻ തരാൻ നിന്നിരുന്നു. അപ്പൊ ഇവരെന്നോട് പറഞ്ഞ് കൊടുക്കണ്ട, ഒന്നും പറയണ്ട, നമ്മൾ അതിനുള്ളത് നമ്മൾ അവിടുന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അതിനുള്ള ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. ഏതായാലും തിരിച്ചു പോയേക്കട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടത് നമ്മൾ കേരള ഫ്ലൈറ്റ് അക്കാഡമിയിൽ പോയിട്ടുള്ള വ്ളോഗാണ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓല നമുക്ക് എല്ലാവർക്കും തന്നത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യകരമായ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവർ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാം. സോ അവരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ ആരും കാണാത്ത ടൈപ്സ് വ്ളോഗുമായിട്ട് ഇനിയും നമ്മൾ ഈ മാസം വരുന്നതാണ്. ഒരുപാട് സാധനം ഈ മാസം ഞാൻ പ്ലാൻ ഇട്ടേക്കണ്. ഡേറ്റ് ഒഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വിചാരിച്ച പോലെയൊക്കെ നടക്കും. അപ്പോൾ ഇൻഷാല്ലാ വ്ളോഗ് കണ്ടതിന് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ. ലവ് യു ഗൈസ്.